അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളിലെ പ്രമുഖരായ ബഹുമാനപ്പെട്ട അല്ലാമ തീമി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ജീവിതം ചരിത്രം പഠിക്കുമ്പോൾ വളരെ അത്ഭുതമാണ്. കാരണം ഏത് സമയത്തും അള്ളാഹുവിൻ്റെ ചിന്തയിലായി ദുനിയാവിൻ്റെ ഒരു സുഖത്തിൻ്റെ പിന്നാലെ പോവാതെ ഏത് സമയത്തും അള്ളാഹുവിൻ്റെ പേടിയോടുകൂടെ ജീവിച്ച ഒരു മഹാനാണ് ബഹുമാനപ്പെട്ടവരുടെ ജീവിതം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അത്ഭുതമാണ്. കാരണം ദുനിയാവിൻ്റെ ഒരു വിഷയത്തിലേക്കും ദുനിയാവിൻ്റെ ഒരു സുഖത്തിലേക്കും ദുനിയാവിൻ്റെ ഒരു ആഡംബരത്തിലേക്കും ബഹുമാനപ്പെട്ടവരുടെ മനസ്സ് തിരിക്കുന്നില്ല. ഒരു വിഷയം ബഹുമാനപ്പെട്ടവർ ദുനിയാവുമായി ചതിപ്പെടുന്നില്ല. ഏത് സമയത്തും അല്ലാ എന്ന ചിന്തയിലായിരുന്നു ബഹുമാനപ്പെട്ടവർ ജീവിച്ചത്. ഇത് കണ്ട് അവിടെ നിന്ന് ഒരാൾ ചോദിച്ചു, അത്ഭുതത്തോടുകൂടെ ചോദിച്ചു, അല്ല, നിങ്ങൾ ഇത്രമാത്രം ദുനിയാവിനെ വെറുത്തുകൊണ്ട് ഇത്രമാത്രം അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ അത്രമാത്രം നിങ്ങൾക്കുള്ള പ്രേരണ എന്താണ് എന്ന് ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അല്ലാമ തീമി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറഞ്ഞൊരു മറുപടി വളരെ ചിന്തനീയമായ ഒരു മറുപടിയായിരുന്നു. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ദുനിയാവിൻ്റെ ചിന്തയിൽ നിന്ന് എന്നെ മാറ്റിത്തിരിച്ച രണ്ട് കാര്യങ്ങളാണ്, രണ്ട് ചിന്തകളാണ്, രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുമ്പോഴേക്ക് പിന്നെ ദുനിയാവിൻ്റെ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നില്ല, ദുനിയാവിൻ്റെ ഒരു കാര്യം എനിക്ക് സുഖമായി തോന്നുന്നില്ല, വളരെ ഭയമാണ്, വളരെ പേടിയാണെന്ന് പറഞ്ഞ് എന്താണ് ആ രണ്ട് കാര്യം? അതിൽ ഒന്നാമത്തത് ബഹുമാനപ്പെട്ടവർ പറയുന്നു, അൽ മൗത്ത്, മരണമാണ്. മരണമെന്ന് കേൾക്കുമ്പോൾ, മരണത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഞാനെങ്ങനെ മരണപ്പെടുമെന്ന് ഓർക്കുമ്പോൾ, ഇതിനു മുമ്പുള്ള മഹാന്മാരൊക്കെ മരിച്ചത് കാണുമ്പോൾ, അതുപോലെ തന്നെ അള്ളാഹുവിനെ ധിക്കരിച്ചവരുടെ മരണങ്ങളൊക്കെയും ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നു. അതേ, അള്ളാഹുവിനെ ആ മരണപ്പെടുന്ന സമയത്ത് എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ, എന്നെ അവൻ രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പിന്നീടുള്ള ജീവിതം, ഖബർ ജീവിതം, അത് വളരെ ദുഃഖകരമായിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് മരണമെന്ന് ഓർമ്മ വരുമ്പോഴേക്ക് പിന്നെ ദുനിയാവിൻ്റെ ഒരു സുഖമോ ദുനിയാവിൻ്റെ ഒരു വിഷയമോ എൻ്റെ മനസ്സിലേക്ക് കയറുന്നില്ല എന്ന് ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ നിന്ന് രണ്ടാമത്തെ ചിന്ത എന്താണെന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു, നാളെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ സന്ദർഭം എന്നും ഞാനിങ്ങനെ ഓർക്കുകയാണ്. അത് ഓർക്കുമ്പോഴേക്ക് ഞാൻ പേടിക്കുകയാണ്. കാരണം മറ്റുള്ള ദുനിയാവിലുള്ള ഏതെങ്കിലും ഒരു അധികാരിയുടെ മുമ്പിൽ നിൽക്കും പോലെ അല്ലല്ലോ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ സന്ദർഭം. അത് ചെറിയ വിഷയമൊന്നുമല്ലല്ലോ. നമ്മുടെ എല്ലാ ഒരു നിമിഷം, നമ്മുടെ എല്ലാ ഒരു ചിന്തകൾ അറിയുന്ന റബ്ബ്, അവൻ്റെ മുമ്പിൽ കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അല്ല, മറ്റുള്ള എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞ് റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ലല്ലോ. അപ്പം അവൻ്റെ മുമ്പിൽ അവൻ എല്ലാ ഒരു വിഷയങ്ങളും എന്നോട് ചോദിക്കുന്ന ആ രംഗങ്ങളൊക്കെയും ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവുകയാണ്, ഞാൻ ഭയപ്പെടുകയാണ്. കാരണം എത്രമാത്രം അവൻ നിഅമത്തുകൾ ചെയ്തിട്ടുണ്ട്, എത്രമാത്രം ആയുസ്സുകൾ എനിക്ക് നൽകിയിട്ടുണ്ട്, നീ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നീ എനിക്ക് വേണ്ടി എത്രമാത്രം ശുക്ർ ചെയ്തിട്ടുണ്ട്, എത്രമാത്രം ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ നിൽപ്പ്, ആ ചോദ്യം എൻ്റെ മനസ്സിലേക്ക് എന്നും ഇങ്ങനെ വരികയാണ്. അത് വരുമ്പോഴേക്ക് പിന്നെ ദുനിയാവിൻ്റെ ഒരു ചിന്തയും എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ തീമി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുമ്പോൾ വളരെ ഗൗരവത്തോടു കൂടെ നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ രണ്ട് ചിന്തകളാണ് നമ്മെ നല്ല വഴിയിലേക്ക് എത്തിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും നമ്മളും നേരിടുന്ന വിഷയമാണ്. നമ്മൾക്കും അറിയില്ലല്ലോ എങ്ങനെ മരിക്കുക, അള്ളാഹു ഏത് രീതിയിൽ നമ്മുടെ മരണം കൊണ്ടുവരും എന്നായിരിക്കും അറിയില്ല. നാം പരാജയപ്പെട്ടു പോയാൽ പിന്നീടുള്ള ജീവിതം മൊത്തം പരാജയമാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ വിഷയം,
നമ്മളും റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ്. എത്രമാത്രം ദോഷം ചെയ്തവരാണ്, എത്രമാത്രം ഹറാമീത്ത് ചെയ്തവരാണ്, എത്രമാത്രം അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചവരാണ്. ഇതൊക്കെയും റബ്ബ് ചോദിക്കുമെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. ഈ രണ്ട് ചിന്തകളായിരിക്കണം നമ്മെ നിയന്ത്രിക്കുന്നത്. ഈ രണ്ട് ചിന്തകൾ ശരിക്കൊന്ന് വേണ്ടതുപോലെ നമ്മളെ കൽബിലേക്ക് കയറിയാൽ അതേ ബഹുമാനപ്പെട്ടവർ പറഞ്ഞതുപോലെ നാം നന്നാകും, അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് തിരിയും. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തുള്ള ആ നല്ല ചിന്തകൾ തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.